ഹായ് മക്കളെ, വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. SSLC പബ്ലിക് എക്സാം എഴുതിയ കുട്ടികൾക്കുള്ള പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പല ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അറിഞ്ഞ ഡേറ്റ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ലിങ്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ SSLC പബ്ലിക് എക്സാമിൻ്റെ ലാസ്റ്റ് ഫേസ് അവസാനഘട്ട വാല്യുവേഷൻ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീരുമ്പോഴേക്കും ഏകദേശം ഏപ്രിൽ 28, 29 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഫൈനൽ ഫേസ് വാല്യുവേഷൻ അവസാനിക്കും. അതിനുശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് മെയ് 8, 9, 10 തീയതികൾക്കിടയിൽ SSLC പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന വേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്നത് ഏത് ദിവസമാണ് SSLC പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മെയ് 8, 9, 10, ചിലപ്പോൾ മെയ്യിലേക്ക് പോകാം, ചിലപ്പോൾ മെയ് 11, 12 ദിവസങ്ങളിലേക്കൊക്കെ പോകാം. പക്ഷെ കൂടുതൽ സാധ്യത മെയ് 8 അല്ലെങ്കിൽ മെയ് 9 ദിവസങ്ങൾക്കാണ്. ആ ദിവസങ്ങളിൽ നിങ്ങളുടെ SSLC പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമൻറ്റ്, നാട് വിടാൻ സമയമായി, അയ്യോ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരാവണം തീരുമാനിക്കുന്നതിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ 10ാം ക്ലാസ്സിലുള്ളൂ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ പിന്നെയും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെ പണിയെടുക്കുന്നു, അവിടെയൊക്കെ എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാവി കിടക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞത് കൊണ്ട് നിങ്ങൾ നാട് വിടേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞിട്ട് നിങ്ങൾ അയ്യോ എൻ്റെ ലൈഫ് മൊത്തം പോയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് അല്ല ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്, അത് ചെറിയൊരു ടേണിംഗ് പോയിന്റ് മാത്രമാണ്. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ ഒരുപാട് ആളുകൾ പിന്നീട് ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് അവരെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ ലൈഫിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് എങ്ങനെ ഉഷാറായി നടക്കുന്നു, ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് എങ്ങനെ ഗോൾ ഓറിയൻറ്റഡായി സെറ്റാക്കുന്നു എന്നുള്ളൊരു കാര്യത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര A+ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ +1 സയൻസ് എടുക്കാനാണോ, കൊമേഴ്സ് എടുക്കാനാണോ, ഹ്യൂമാനിറ്റീസ് എടുക്കാനോ ആഗ്രഹിക്കുന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം നാഫി ദി എഡ്യൂക്കേറ്റർ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.